ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു ഫുൾ ഡേ റൂട്ടീനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ രാവിലെ ചായ കുടിക്കുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണതിൻ്റെ മുന്നേ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും മുട്ട റോസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഇതാ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുത്തുക്കണ്. പിന്നെ കുക്കറിൽ ഞാൻ ഇവിടെ ഒരു 3 വലിയുള്ളിയും 3 തക്കാളിയും ഒരു 3 പച്ചമുളകും കുക്കറിലൊരു 2 വിസിലൊന്ന് അടുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളിയും കാര്യങ്ങളും കുറേ സമയം ഇങ്ങനെ വഴറ്റി നിൽക്കണ്ട. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെച്ചിക്കണ്. പിന്നെ ഇതാ ദോശക്കുള്ള അരി പച്ചരി ഇന്നലെ വെള്ളത്തിലിട്ടിരുന്നു. അത് നല്ലോണം അരച്ചെടുത്തിട്ടേക്ക് തേങ്ങയും ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് പൊടികൾ മഞ്ഞൾപ്പൊടിയും എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിക്കണേ. ഇപ്പോൾ നല്ലോണം ആ പൊടികൾ ആ ഒരു പച്ചച്ചോയ മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിക്കണ്. ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കറിൽ വേവിച്ച കാരണം കുറേ സമയം വഴറ്റാനോ ഒന്നും നിന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് കറി റെഡി ആവട്ടോ. അതുപോലെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതാ ഞാൻ ദോശയും കൂടിയും ചുട്ടെടുക്കുകയാണ്. പിന്നെ ഇതാ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് കേട്ടോ. ഇന്നിപ്പോൾ ഇന്നലെ മഴ കാരണം സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇന്നലെ എടുത്ത വ്ളോഗാണ് കേട്ടത്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കിച്ചൺ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ ഞാൻ സിറ്റ് ഔട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ മഴ കാരണം ഇങ്ങനെ സിറ്റ് ഔട്ടിലൊക്കെ വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ്.
പിന്നെ ഇത് വൈകുന്നേരം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഉച്ചക്ക് പിന്നെ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായ കാരണം ലഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാണ്ടായിരുന്നില്ല. അങ്ങനെ കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഫംഗ്ഷനൊക്കെ പോയി വന്ന് ഇപ്പം ഞാനിതാ അണ്ടിപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അരി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഒരു ബൗളിലേക്ക് ഇട്ട് വെച്ചിക്കണ്. അരി 1 കപ്പാണ് എടുത്തിക്കണത്. അതുപോലെ തന്നെ 1 കപ്പ് കാഷ്യൂ എടുത്തിക്കണ്, 1 കപ്പ് തേങ്ങ എടുത്തിക്കണ്, പിന്നെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കരൻ്റെ പൊടിയാണ് ഇട്ട് എടുത്തിക്കണത്. ഇപ്പോൾ എല്ലാതും കൂടി ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതെല്ലാതും കൂടി മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ എല്ലാതും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൈമേൽ കുറച്ച് നെയ്യാക്കിയിട്ട് ഒന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. കുറച്ച് നെയ്യാക്കുമ്പോൾ ആ ഒരു നെയ്യിൻ്റെ ടേസ്റ്റ് കൂടി വരുമ്പോൾ നമ്മൾ ആ ഒരു അണ്ടിപ്പുട്ടിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ മുഴുവനും ബോൾസാക്കിയിട്ട് എടുത്തിട്ട് ഇനിയിപ്പോൾ പുറത്ത് നല്ല മഴയുണ്ട്. കട്ടൻ ചായ കൂട്ടിയിട്ട് ഒന്ന് ചായ കുടിക്കാൻ പോവുകയാണ് കേട്ടോ. കട്ടൻ ചായയും അരിയുണ്ട അല്ലെങ്കിൽ അണ്ടിപ്പുട്ടും ഒക്കെ നല്ല കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.